ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ 11 തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. കേരള PSC HSI നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് HSI നാച്ചുറൽ സയൻസ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. 2 വോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ വഴിയോ അല്ലെങ്കിൽ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. മുൻവർഷ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ HSI നാച്ചുറൽ സയൻസ് ബുക്ക് സ്വന്തമാക്കൂ. അടുത്ത് തന്നെ വരാനിരിക്കുന്ന കേരള PSC എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് HSI സോഷ്യൽ സയൻസ്, HSI നാച്ചുറൽ സയൻസ്, HSI ഫിസിക്കൽ സയൻസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ബിവറേജ് ADC തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഈ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താഴെ തന്നിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഈയിടെയായി പത്രങ്ങളിലൊക്കെ ശ്രദ്ധ പിടിച്ച ഒരു വാർത്തയാണ്. 2025 ജൂണിൽ അറബിക്കടലിൽ വെച്ച് തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പൽ ഏതെന്നാണ്. അപ്പോൾ ഈ കപ്പലിന്റെ പേര് ഓർത്തു വെക്കാം. MV വാൻഹായ് 503 ആണ്. എന്താണ്, ഏത് കപ്പലിനാണ്? MV വാൻഹായ് 503 എന്നുള്ള കപ്പലിനാണ് തീപിടുത്തം ഉണ്ടായത്. എവിടെ വെച്ചാണ് ഈ ഒരു തീപിടുത്തം സംഭവിച്ചതെന്ന് ഓർത്തു വെക്കുക. അറബിക്കടലിൽ വെച്ചാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. അതായത് നമ്മുടെ കേരളത്തിന്റെ കണ്ണൂർ ജില്ലയോടടുത്തായി അഴീക്കൽ, ബേപ്പൂർ ആ ഒരു ഭാഗത്തിനിടയിൽ വെച്ചാണ് ഈ ഒരു തീപിടുത്തം സംഭവിച്ചത്. അറബിക്കടലിൽ വെച്ചാണെന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ അറബിക്കടലിൽ എറണാകുളം തീരത്ത് കൊച്ചി ഭാഗത്തായിട്ട് ഒരു കപ്പൽ മുങ്ങുകയുണ്ടായി. അത് ഏത് കപ്പലാണെന്ന് നമുക്കറിയാം. MSC എൽസ ആയിരുന്നു അവിടെ അറബിക്കടലിൽ കൊച്ചി തീരത്തായിട്ട് ആ ഒരു ഭാഗത്തിനോട് അടുത്തായിട്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴെന്താ ഒരു ചരക്ക് കപ്പലിന് തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. ഏത് കപ്പലിനാണെന്ന് ഓർത്തു വെക്കുക. MV വാൻഹായ് എന്നുള്ള ഈ ഒരു കപ്പലിനാണ് തീപിടുത്തം ഉണ്ടായത്. ഇനി ഈ കപ്പലിന്റെ നീളം എത്രയാണെന്നും കൂടി ഓർത്തു വെക്കുക. അതായത് MV വാൻഹായ് 503 എന്നുള്ള ഈ ഒരു കപ്പലിന്റെ നീളം എത്രയാണെന്ന് ഓർത്തു വെക്കുക. 268.8 മീറ്റർ ആണ്. എത്രയാണ്? 268.8 മീറ്റർ നീളമാണുള്ളത്. ഇത് സിംഗപ്പൂരിന്റെ പതാക വഹിക്കുന്ന ഒരു കപ്പൽ കൂടിയാണ്. സിംഗപ്പൂരിന്റെ പതാക വഹിക്കുന്ന ഒരു കപ്പലാണ് MV വാൻഹായ് 503 എന്നുള്ള കപ്പൽ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അറബിക്കടലിൽ മുങ്ങിയ കപ്പൽ MSC എൽസ എന്നുള്ള കപ്പൽ. അതെന്താണ്? ലൈബീരിയൻ പതാക വഹിക്കുന്ന ഒരു കപ്പലായിരുന്നു. നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അപ്പോൾ ഓർത്തു വെക്കുക. 2025 ജൂണിലാണ് അറബിക്കടലിൽ വെച്ച് തീപിടുത്തമുണ്ടായ കപ്പലാണ്. ഓർത്തു വെക്കുക. തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പൽ ഏതാണെന്ന് ഓർത്തു വെക്കാം. MV വാൻഹായ് 503 എന്നുള്ള കപ്പലാണ്. എന്നാൽ അവിടെ വെച്ച്, അതായത് അറബിക്കടലിൽ കൊച്ചി തീരത്ത് വെച്ച് മുങ്ങിയ കപ്പൽ ഏതാണെന്ന് ഓർത്തു വെക്കുക. MSC എൽസയാണ്. ഇനി MV വാൻഹായിയുടെ നീളം എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു. 268.8 മീറ്റർ ആണ് നീളം വരുന്നത്. ഇനി സിംഗപ്പൂർ പതാക വഹിക്കുന്ന കപ്പലാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ MSC എൽസ ഏത് രാജ്യത്തിന്റെ പതാകയായിരുന്നു? ലൈബീരിയയുടെ പതാക വഹിക്കുന്ന കപ്പലായിരുന്നു. അടുത്തതൊരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതെന്നാണ്. പദ്ധതിയുടെ പേരോർത്തു വെക്കുക. കൂടെയുണ്ട് കരുത്തേകാൻ. കൂടെയുണ്ട് കരുത്തേകാൻ എന്നുള്ള പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് ഓർത്തു വെക്കുക. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ഏത് വകുപ്പാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക. കൂടെയുണ്ട് കരുത്തേകാൻ എന്നുള്ള പദ്ധതിയാണ്. ഇനി ഒരു മ്യൂസിയവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ് നിലവിൽ വരുന്നത്. എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക. ജയിൽ മ്യൂസിയമാണ്. ജയിൽ മ്യൂസിയമാണ് നിലവിൽ വരാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്തു വെക്കുക. ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട് അവർക്കായി പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മ്യൂസിയം നിലവിൽ വരുന്നത്. ജയിൽ മ്യൂസിയം ആണെന്ന് പറഞ്ഞു. എവിടെയാണ് നിലവിൽ വരുന്നത്? കണ്ണൂർ ജില്ലയിലാണ് നിലവിൽ വരുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിന് അടുത്തായിട്ടാണ് ഈ ഒരു മ്യൂസിയം നിലവിൽ വരുന്നത്. 1921 കലാപം, കയ്യൂർ സഹാക്കളെ തൂക്കിലേറ്റിയ കാര്യം മുതൽ ആഭ്യന്തര കലാപം വരെയുള്ള കാര്യങ്ങളുടെ, ചരിത്ര കാര്യങ്ങളുടെ, രാഷ്ട്രീയ കാര്യങ്ങളുടെ എല്ലാം തെളിവുകൾ അവശേഷിക്കുന്ന ഒരു ജയിൽ കൂടിയാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നുള്ളത്. അപ്പോൾ ഇവയെല്ലാം ശാസ്ത്രീയമായി സംരക്ഷിച്ചുകൊണ്ട് അത് വിദ്യാർത്ഥികൾക്കും അതേപോലെ പൊതുജനങ്ങൾക്കും പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജയിൽ സ്ഥാപിതമാവുന്നത്. അപ്പോഴിങ്ങനെ ഒരു ചരിത്ര ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക. കണ്ണൂരിലാണ്.
അടുത്തതൊരു അപ്പോയിന്റ്മെന്റ് നമുക്ക് നോക്കാം. 2025 ജൂണിൽ 16ാമത് ധനകാര്യ കമ്മീഷനിലെ പാർട്ട് ടൈം മെമ്പറായി നിയമിതനായത് ആരെന്നാണ്? ഓർത്തു വെക്കാം, ടി രവിശങ്കർ ആണ്. ആരാണ്? ടി രവിശങ്കർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. എന്താണ്? 16ാമത് ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ ഒരു കമ്മീഷനിൽ പാർട്ട് ടൈം മെമ്പറായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത്. ആരാണെന്ന് ഓർത്തു വെക്കുക, ടി രവിശങ്കർ ആണ്. അപ്പോൾ ധനകാര്യ കമ്മീഷനിൽ എന്താണ്? ഫുൾ ടൈം മെമ്പറും ഉണ്ട്, പാർട്ട് ടൈം മെമ്പറും ഉണ്ട്, ചെയർമാനും ഉണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് ടൈം മെമ്പറായിട്ടാണ് അദ്ദേഹം, അതായത് ടി രവിശങ്കർ നിയമിതനായെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അദ്ദേഹം മറ്റൊരു പോസ്റ്റ് കൂടി വഹിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോസ്റ്റ് കൂടി ആരാണ്? ടി രവിശങ്കർ വഹിക്കുന്നുണ്ട്. അത് ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക. നമ്മുടെ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറാണ്. എന്താണ്? നമ്മുടെ RBIയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ കൂടിയാണ് ആരാണ്? ടി രവിശങ്കർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി അദ്ദേഹം ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത് 16ാമത് ധനകാര്യ കമ്മീഷനിലെ പാർട്ട് ടൈം മെമ്പറായിട്ട് രവിശങ്കർ അപ്പോയിന്റ്മെന്റ് ആയത് ഫുൾ ടൈം മെമ്പറായിരുന്ന, അതായത് 16ാമത് ധനകാര്യ കമ്മീഷനിലെ ഫുൾ ടൈം മെമ്പറായിരുന്ന അജയ് നാരായൺ ഷാ അദ്ദേഹം എന്താണ് രാജിവെച്ചതിനെ തുടർന്നാണ് രവിശങ്കർ ഈ ഒരു പോസ്റ്റിലേക്ക്, അതായത് പാർട്ട് ടൈം മെമ്പറായിട്ട് ധനകാര്യ കമ്മീഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്താണ്? RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ കൂടിയാണ്. ആരാണ്? ടി രവിശങ്കർ എന്നാണ് RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ കൂടിയാണ്. ഇനി ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ഓർത്തു വെക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നിലവിലെ ധനകാര്യ കമ്മീഷൻ 16ാമത് ധനകാര്യ കമ്മീഷനാണ്. അതിന്റെ ഹെഡ് ആരാണ്? ചെയർമാൻ ആരാണെന്ന് ഓർത്തു വെക്കുക, അരവിന്ദ് പനഗരിയെയാണ്. ആരാണ്? അരവിന്ദ് പനഗരിയെയാണ് 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നമ്മൾ ചർച്ച ചെയ്തത് ഇതാണ്. 2025 16ാമത് ധനകാര്യ കമ്മീഷനിൽ പാർട്ട് ടൈം മെമ്പറായിട്ട് നിയമിതനായത് ആരാണ്? ടി രവിശങ്കർ ആണ്. അടുത്തതൊരു പുസ്തകമാണ് നമ്മൾ പരിചയപ്പെടുന്നത്, വോയിസ് ഫോർ ദി വോയിസ്ലെസ്. എന്താണ്? വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്നുള്ള പുസ്തകമാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം രചിച്ചത് ആരെന്നാണ്? ഓർത്തു വെക്കാം, ടെൻസിൻ ഗ്യാറ്റ്സോയാണ്. ആരാണ്? ടെൻസിൻ ഗ്യാറ്റ്സോയാണ് ഈ ഒരു പുസ്തകം രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, എന്താണ് പുസ്തകത്തിന്റെ പേര്? വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്നുള്ള പുസ്തകമാണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി ഓർത്തു വെക്കുക, 14ാമത് ദലൈലാമയാണ്. ആരാണ്? ടെൻസിൻ ഗ്യാറ്റ്സോ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്താണ്? 14ാമത് ദലൈലാമ ആരാണ്? നിലവിലെ ദലൈലാമ ആരാണ്? ടെൻസിൻ ആണ്. ഇനി ദലൈലാമ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. ബുദ്ധമതസ്ഥരുടെ ആത്മീയ നേതാവിന് നൽകുന്ന ഒരു പദവിയാണ് ദലൈലാമ എന്നുള്ളത്. അങ്ങനെ നിലവിലെ ദലൈലാമ അല്ലെങ്കിൽ 14ാമത് ദലൈലാമ ആരാണെന്ന് ഓർത്തു വെക്കുക, ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ള ടെൻസിൻ ഗ്യാറ്റ്സോയാണ്. അപ്പോൾ ഓർത്തു വെക്കുക, വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്നുള്ള പുസ്തകം എഴുതിയത് ആരാണ്? ടെൻസിൻ ഗ്യാറ്റ്സോയാണ്. ഇനി ഒരു വേദിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത്. നാലാമത് ഇന്ത്യ സെൻട്രൽ ഏഷ്യ ഡയലോഗ് 2025 വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. എത്രാമത് പതിപ്പാണെന്ന് ഓർത്ത് വെക്കുക, നാലാമത് പതിപ്പാണ് 2025 നടക്കുന്നത്. അപ്പോൾ 4ാമത് ഇന്ത്യ സെൻട്രൽ ഏഷ്യ ഡയലോഗ് 2025 എവിടെ വെച്ചാണ് നടക്കുന്നത്? ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി ഒരു പ്രമേയം നമുക്ക് പരിചയപ്പെടാം. 2025 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയമാണ് നോക്കുന്നത്. അപ്പോൾ 2025 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം ഇതാണ്, വണ്ടർ സസ്റ്റൈനിങ് വാട്ട് സസ്റ്റെയിൻസ് അസ് എന്നുള്ളതാണ്. എന്താണ്? വണ്ടർ സസ്റ്റൈനിങ് വാട്ട് സസ്റ്റെയിൻസ് അസ് എന്നുള്ളതാണ് 2025 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം. വേൾഡ് ഓഷൻ ഡേയുടെ പ്രമേയമാണിത്. ഇനി എന്നാണ് വേൾഡ് ഓഷൻ ഡേ ആയി നമ്മൾ ആചരിക്കുന്നത്? എന്നാണ് നമ്മൾ ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത്? ജൂൺ 8 ആണ്. എല്ലാ വർഷവും ജൂൺ 8-നാണ് എന്താണ് ലോക സമുദ്ര ദിനം നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ 2025 ജൂൺ 8 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയമാണ് നമ്മൾ നോക്കിയത്. എന്താണ് പ്രമേയം? വണ്ടർ സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻസ് അസ് എന്നുള്ളതാണ് പ്രമേയം. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് പുതിയ ഇനം ഒരു തവളയാണ്. എവിടെ നിന്നാണ് ഈ ഒരു തവളയെ കണ്ടെത്തിയിരിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക, ഷില്ലോങ്ങിൽ നിന്നുമാണ്. എവിടെയാണ്? ഷില്ലോങ്ങിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ ഒരു പുതിയ ഇനം തവളയാണ്. അപ്പോൾ തവളയുടെ പേര് ഇതാണ്. എന്താണ് പേര് നൽകിയിരിക്കുന്നത്? അമോലോപ്സ്. എന്താണ്? അമോലോപ്സ് ഷില്ലോങ് എന്നുള്ളതാണ്. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. അമോലോപ്സ് എന്താണ്? ഷില്ലോങ്ങിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് ഷില്ലോങ് എന്ന പേരിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അമോലോപ്സ് ഓർത്ത് വെക്കുക, അമോലോപ്സ് ഷില്ലോങ് എന്നുള്ള തവളയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എവിടെ നിന്നാണ് കണ്ടെത്തിയെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാം. ഷില്ലോങ്ങിൽ നിന്നുമാണ് കണ്ടെത്തിയത്. 2025 ഈ ഒരു തവളയെ ഇവിടെ നിന്ന് കണ്ടെത്തിയത്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരാണ് ഈ ഒരു തവളയെ കണ്ടെത്തിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. എന്താണ്? സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ശാസ്ത്രജ്ഞരാണ് ഈ ഒരു തവളയെ കണ്ടെത്തിയിരിക്കുന്നത്. തവളക്ക് നൽകിയിരിക്കുന്ന പേരെന്താണെന്ന് ഓർത്തു വെക്കുക, അമോലോപ് ഷില്ലോങ് എന്നാണ് ഈ ഒരു തവളയ്ക്ക് നൽകിയിരിക്കുന്ന പേര്.
2025 ഷില്ലോങ്ങിൽ നിന്നുമാണ് തവളയെ കണ്ടെത്തിയത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏതെന്നാണ്. ഓർത്തുവെക്കാം, INS അർനാലയാണ്. എന്താണ്? INS അർനാലയാണ്. ആരുടെയാണ്? ഇന്ത്യൻ നേവിയുടെയാണ്. ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ എന്താണ്? ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഏത് ഷിപ്പാണെന്ന് ഓർത്തുവെക്കുക. എന്താണ്? INS അർനാലയാണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക. ഇനി എപ്പോഴാണ് കമ്മീഷൻ ചെയ്യുന്നത്? INS അർനാല കമ്മീഷൻ ചെയ്തിട്ടില്ല. എപ്പോഴാണെന്ന് ഓർത്തുവെക്കുക. 2025 ജൂണിലാണ്. 2025 ജൂണിലാണ്. അതായത് ഈ മാസം തന്നെ അർനാല എന്താണ്? കമ്മീഷൻ ചെയ്യുന്നതാണ്. എവിടെ വെച്ചാണെന്ന് കൂടി ഓർത്തു വെക്കുക. വിശാഖപട്ടണത്ത് വെച്ചാണ്. എവിടെയാണ്? വിശാഖപട്ടണത്ത് വെച്ചാണ് അർനാല കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. എപ്പോഴാണ്? 2025 ജൂണിലാണ് കമ്മീഷൻ ചെയ്യുന്നത്. ഷിപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലുള്ള 16 കപ്പലുകളിൽ ആദ്യത്തേതാണ് INS അർനാല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഈ ഒരു ക്ലാസ്സിൽ നിർമ്മിക്കുന്ന 16 കപ്പലുകളിൽ ആദ്യമായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് INS അർനാല എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏതാണ്? INS അർനാലയാണ്. അപ്പോൾ ഇതേപോലെ ഈ ഒരു ക്ലാസ്സിൽ 16 ഷിപ്പുകളാണ് ആകെ ഉൾപ്പെടുന്നത്. ഇനി INS അർനാല എന്നാണ് കമ്മീഷൻ ചെയ്യുന്നതെന്ന് ഓർത്തു വെക്കുക. 2025 ജൂണിലാണ്. വിശാഖപട്ടണത്ത് വെച്ചാണ് കമ്മീഷൻ ചെയ്യുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2025 ICC ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരം ആരെന്നാണ്. ഓർത്തുവെക്കാം, MSC ധോണിയാണ്. ആരാണ്? MSC ധോണിയാണ്. എന്താണ്? 2025 ICC ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരമായിരിക്കുകയാണ്. ആരാണ്? MS ധോണി. അപ്പോൾ ഇങ്ങനെ PSC ചോദിക്കാം, എന്താണ് ഇന്ത്യൻ താരമായിട്ടുള്ള MS ധോണി എന്നാണ്, ഏത് വർഷമാണ് ICC ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടതെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? 2025ലാണ്. അപ്പോൾ MS ധോണിയോടൊപ്പം 2025 ഈ ഒരു ലിസ്റ്റിൽ, ഈ ഒരു ഹോൾ ഓഫ് ഫെയിമിൽ വന്നിരിക്കുന്നവരെയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് ഏതാണ്? മാത്യു ഹെയ്ഡൻ ആണ്. ഏത് താരമാണ്? ഏത് രാജ്യത്തിന്റെ താരമാണ്? ഓസ്ട്രേലിയൻ താരമാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത നമ്മൾ നോക്കുന്നത് ഹാഷിം അംല. ആരാണ്? ഹാഷിം അംലയാണ്. സൗത്ത് ആഫ്രിക്കയാണ് രാജ്യം വരുന്നത്. ഹാഷിം അംലയുടെ രാജ്യം ഏതാണ്? സൗത്ത് ആഫ്രിക്കയാണ്. അതേപോലെ തന്നെ അടുത്തത് നമ്മൾ നോക്കുന്നത് ഗ്രേം സ്മിത്ത് ആണ്. ആരാണ്? ഗ്രേം സ്മിത്ത്. അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക. സൗത്ത് ആഫ്രിക്ക തന്നെയാണ്. എന്താണ്? ഗ്രേം സ്മിത്തിന്റെയും രാജ്യം. ഇനി ഡാനിയൽ വെട്ടോറി. എന്താണ്? ഡാനിയൽ വെട്ടോറി ഏത് രാജ്യക്കാരനാണ്? ന്യൂസിലൻഡ് താരമായിട്ടുള്ള ഡാനിയൽ വെട്ടോറിയും 2025 ICCയുടെ ഈ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയിട്ടുണ്ട്. അതേപോലെ അടുത്തത് സനാമിർ. ആരാണ്? സനാമിർ എന്താണ്? പാകിസ്ഥാൻകാരിയാണ് സനാമിർ. അപ്പോൾ പാകിസ്ഥാൻ താരമായിട്ടുള്ള സനാമിറും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തത് നോക്കുന്നത് സാറ ടെയ്ലർ. ആരാണ്? സാറ ടെയ്ലർ. ഇംഗ്ലണ്ട് താരമായിട്ടുള്ള സാറ ടെയ്ലറും എന്താണ്? 2025 ICC ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടവരാണ്. അപ്പോൾ ആരൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. ആദ്യം നമ്മൾ നോക്കിയത് ഇന്ത്യൻ താരമാണ്. എന്താ? 2025 ICC ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരമാരാണെന്ന് ഓർത്ത് വെക്കുക. MS ധോണിയാണ്. അതേപോലെ മറ്റു താരങ്ങളെ നമ്മൾ ചർച്ച ചെയ്തു. എന്താ? മാത്യു ഹെയ്ഡൻ. അദ്ദേഹം എന്താണ്? ഓസ്ട്രേലിയൻ താരമാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഹാഷിം അംല. സൗത്ത് ആഫ്രിക്കയാണ് രാജ്യം. ഗ്രേം സ്മിത്തും എന്താണ്? സൗത്ത് ആഫ്രിക്കയാണ് രാജ്യം വരുന്നത്. അതേപോലെ ഡാനിയൽ വെട്ടോറി ന്യൂസിലൻഡ് താരമാണ്. സനാമിർ പാകിസ്ഥാൻ താരമാണ്. സാറ ടെയ്ലർ ഇംഗ്ലണ്ട് താരമാണ്. അപ്പോൾ ഇത്രയും പേരാണ് 2025 ICCയുടെ ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട താരങ്ങൾ. അടുത്തതൊരു വേൾഡ് റെക്കോർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 ജൂണിൽ 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ലോക റെക്കോർഡ് നേടിയ താരം ആരെന്നാണ്. ഓർത്തുവെക്കാം, സമർ മാക്കിൻടോഷ് ആണ്. ആരാണ്? സമർ മാക്കിൻടോഷ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഏത് ഇവന്റിലാണെന്ന് ഓർത്തു വെക്കുക. 400 മീറ്റർ ഫ്രീ സ്റ്റൈലിലാണ്. 400 മീറ്റർ ഫ്രീ സ്റ്റൈലിലാണ് ലോക റെക്കോർഡാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. ഏത് താരമാണെന്ന് ഓർത്തു വെക്കുക. സമർ മാക്കിൻടോഷ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 2022 അരിയാൻ ടിറ്റുമസ് നേടിയ റെക്കോർഡാണ് എന്താണ് ഈ ഒരു വർഷം സമർ മറികടന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ലോക റെക്കോർഡ് നേടിയ കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അതേപോലെ തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ 200 മീറ്റർ ഇൻഡിവിജ്വൽ മിഡ്ലിയിലും ആര് തന്നെയാണ് റെക്കോർഡ് നേടിയിരിക്കുന്നത്? ലോക റെക്കോർഡ് ആര് നേടിയിരിക്കുകയാണ്? സമർ മാക്കിൻടോഷ് നേടിയിരിക്കുകയാണ്. എന്താണെന്ന് ഓർത്തു വെക്കുക. 400 മീറ്റർ ഫ്രീ സ്റ്റൈലിലും അതേപോലെ തന്നെ 200 മീറ്റർ ഇൻഡിവിജ്വൽ മിഡ്ലിയിലും ആര് റെക്കോർഡ് നേടിയിരിക്കുകയാണ്? ലോക റെക്കോർഡ് നേടിയിരിക്കുകയാണ്. സമർ മാക്കിൻടോഷ് ലോക റെക്കോർഡ് നേടിയിരിക്കുകയാണ്.
വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഈ ഒരു 2 റെക്കോർഡും സമർ നേടിയിരിക്കുന്നത്. അപ്പോൾ സിംഗപ്പൂർ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള യോഗ്യതാ മത്സരങ്ങൾക്കിടയിലാണ് ഈ ഒരു ലോക റെക്കോർഡുകൾ നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 ജൂണിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആരെന്നാണ്? അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം, ഫ്രെഡറിക് ഫോർസിറ്റ് ആണ്. ആരാണ്? ഫ്രെഡറിക് ഫോർസിറ്റ് ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആയിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ ഏതൊക്കെയാണെന്ന് കൂടി ഓർത്തു വെക്കുക. ദ ഡേ ഓഫ് ദി ജാക്കൽ, ദ ഫോക്സ്, ദ ഫോർത്ത് പ്രോട്ടോകോൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനകളാണ്. അപ്പോൾ 2025 ജൂണിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആരാണെന്ന് ഓർത്തു വെക്കുക, ഫ്രെഡറിക് ഫോർസിറ്റ് ആണ്. ഇനി വരുന്ന RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് RRB ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ ഉടൻ വരുന്ന എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കി നല്ലപോലെ പഠിക്കുക. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ സൈറ്റ് വഴിയോ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. 2025 ജൂണിൽ അറബിക്കടലിൽ വെച്ച് തീപിടുത്തമുണ്ടായ ചരക്കു കപ്പൽ ഏതെന്നാണ്? MV1 High 503 എന്നുള്ള കപ്പലിനാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ കപ്പലിന്റെ നീളം എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു, 268.8 മീറ്റർ നീളമാണ് കപ്പലിനുള്ളത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതെന്നാണ്? കൂടെയുണ്ട് കരുത്തേകാൻ എന്നുള്ള പദ്ധതിയാണ്. ഏത് വിദ്യാർത്ഥികൾക്കാണെന്ന് ഓർത്തു വെക്കുക, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ്? കണ്ണൂരാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിന് അടുത്തായിട്ടായിരിക്കും ഈ ഒരു മ്യൂസിയം നിലവിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2025 ജൂണിൽ 16ാമത് ധനകാര്യ കമ്മീഷനിൽ പാർട്ട് ടൈം മെമ്പറായി നിയമിതനായത് ആരെന്നാണ്? ഓർത്തു വെക്കുക, ടി രവിശങ്കർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു പോസ്റ്റ് കൂടി, പ്രധാനപ്പെട്ട പോസ്റ്റും കൂടി നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? RBI ഡെപ്യൂട്ടി ഗവർണർ കൂടിയാണ് ടി രവിശങ്കർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്നുള്ള പുസ്തകം രചിച്ചത് ആരെന്നാണ്? ഓർത്തു വെക്കാം, ടെൻസിൻ ഗ്യാറ്റ്സോയാണ് ഈ ഒരു പുസ്തകം രചിച്ചത്. അദ്ദേഹമാണ് 14ാമത് ദലൈലാമ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു. ന്യൂഡൽഹി ആയിരുന്നു വേദിയായി വന്നത്. 4ാമത് ഇന്ത്യ സെൻട്രൽ ഏഷ്യ ഡയലോഗ് 2025 വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. 2025 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം എന്താണ്? വണ്ടർ സസ്റ്റൈനിങ് വാട്ട് സസ്റ്റൈൻസ് അസ് എന്നുള്ളതാണ് പ്രമേയം. എന്നാണ് ലോക സമുദ്ര ദിനമായി നമ്മൾ ആചരിക്കുന്നത്? ജൂൺ 8 ആണ് സമുദ്ര ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് 2025 ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തവള ഏതെന്നായിരുന്നു? അപ്പോൾ ആ തവളയ്ക്ക് നൽകിയിരിക്കുന്ന പേരെന്താണെന്ന് ഓർത്തു വെക്കുക, അമോലോബ് ഷില്ലോങ് എന്നുള്ളതാണ്. അമോലോബ് ഷില്ലോങ് എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത്. എവിടെ നിന്നുമാണ് കണ്ടെത്തിയെന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഷില്ലോങ്ങിൽ നിന്നുമാണ് ഈ ഒരു തവളയെ കണ്ടെത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏതെന്നാണ്? INS അർനാലയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലുള്ള 16 കപ്പലുകളിൽ ആദ്യത്തെ കപ്പലാണ് INS അർനാല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 2025 ജൂണിൽ വിശാഖപട്ടണത്ത് വെച്ചാണ് അർനാല കമ്മീഷൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് 2025 ICC ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരം ആരെന്നാണ്? MSC ധോണിയാണ് എന്താ ഈ ഒരു ലിസ്റ്റിൽ, ഈ ഒരു ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം, അതായത് 2025 ICC ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട മറ്റ് താരങ്ങളെന്നും കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അവരുടെ പേരുകൾ കൂടി ഓർത്തു വെക്കുക. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ലോക റെക്കോർഡായിരുന്നു. 2025 ജൂണിൽ 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ലോക റെക്കോർഡ് നേടിയ താരം ആരെന്നാണ്? ഓർത്തു വെക്കുക, സമർ മക്കിൻടോഷ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. മാത്രമല്ല 200 മീറ്റർ ഇൻഡിവിജ്വൽ മിഡ്ലേയിലും എന്താണ് ലോക റെക്കോർഡ് ആര് നേടിയിരിക്കുകയാണ്? സമർ മക്കിൻടോഷ് നേടിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്. 2025 ജൂണിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആരാണെന്ന് ഓർത്തു വെക്കുക, ഫ്രെഡറിക് ഫോർസിറ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി രാജസ്ഥാൻ, ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 2025 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഗ്രേറ്റർ ഫ്ലമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കോയമ്പത്തൂർ, ഓപ്ഷൻ ബി ഗിണ്ടി, ഓപ്ഷൻ സി മുതുമലൈ, ഓപ്ഷൻ ഡി ധനുഷ്കോടി. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക.
കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2025-ൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ചെയർമാനായി നിയമിതനായത് ആരെന്നാണ്? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. എസ് മഹേന്ദ്രദേവ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. അതായത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ചെയർമാനായി നിയമിതനായത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: 2025-ൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ സ്പൈസസ് ബോർഡ് ഉൾപ്പെടുത്തിയ ഇനം ഏതെന്നാണ്? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഉലുവ ഇലയാണ്. അതായത് കസൂരി മെത്തിയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 2025-ൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ 53ാമത് ഇനമായിട്ടാണ് ഉലുവ ഇല ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.